നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. വിശാൽ സർ, സാറിന് വലിയ വിഷമമായല്ലേ? ഏയ് അങ്ങനെയൊന്നുമില്ല. സാറിന്റെ മുഖം കണ്ടാ അറിയാം സാറിന് ഉള്ളുകൊണ്ട് വേദനിക്കുന്നുണ്ടെന്ന്. ഇപ്പൊ തോന്നുന്നു അവിടെ പോകണ്ടായിരുന്നു അല്ലേ? ഏയ് അതെങ്ങനെ ശരിയാവും? താൻ ഗർഭിണിയായ വിവരം അവരെ അറിയിക്കാതിരിക്കാൻ പറ്റുമോ? അവിടേക്ക് ചെല്ലാതെ എങ്ങനെ അച്ഛനെയും അമ്മയും കണ്ട വിശേഷങ്ങൾ അറിയിക്കും? അറിയിക്കാൻ ചെന്നപ്പോ കിട്ടിയ സ്വീകരണം കണ്ടില്ലേ? വിനെ എന്തെങ്കിലും പറഞ്ഞു എന്ന് കരുതി താൻ അന്ന് കാര്യമൊക്കെ എടുക്കണ്ടോ? അവന് വിട്ടുകളയോ? എനിക്ക് അങ്ങനെ മറക്കാനാവില്ല സർ. സാറിനെ അവർ അപമാനിച്ചപ്പോ ഞാൻ അവിടെ നിന്ന് ഉരുകുകയായിരുന്നു. ഞാനായിട്ടത് രൂക്ഷമാക്കണ്ടെന്ന് കരുതി മിണ്ടാതെ നിന്നത്. പലവട്ടം വിനയുടെ ചെകിടടിച്ച് കൊടുക്കാൻ എനിക്ക് തോന്നിയതാ. അവന് ഒരുതരം കോംപ്ലക്സാ. പ്രഭാവതി അമ്മ എന്നെ അതിര് കടന്ന് സ്നേഹിക്കുന്നത് അവന് തീരെ ഇഷ്ടമല്ല. അവന് കൊടുക്കാനുള്ള സ്നേഹം അമ്മ എനിക്ക് പങ്കിട്ട് തരുന്നു അവന്റെ ചിന്ത. അത് കുട്ടിക്കാലം മുതൽക്കേ തന്നെ അവനുണ്ട്. അതുകൊണ്ട് അവസരം കിട്ടുമ്പോഴൊക്കെ അവൻ അവന്റെ ആ അമർഷം എന്നോട് പ്രകടിപ്പിക്കും. അത് അത്രയേ ഉള്ളൂ. ഇതിനു മുമ്പും ഇതുപോലെ പലതും ഉണ്ടായിട്ടുണ്ട്. ഞാൻ അതൊന്നും കണക്കിലെടുക്കാറില്ല. ശരി, പക്ഷേ അവൻ അതിരുവിട്ട് സാറിനെ വിഷമിപ്പിക്കുന്നുണ്ടെന്ന് പ്രഭാവതി അമ്മയ്ക്ക് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. എന്നിട്ടും അമ്മ എന്താ ഇടപെടാതിരുന്നത്? അവനെ ഒന്ന് നിലയ്ക്ക് നിർത്താഞ്ഞത്? ശരി ആരുടെ ഭാഗത്താന്ന് അറിയാത്തത് കൊണ്ടാണ് മൗനം പാലിച്ചതെന്നാണല്ലോ അമ്മയുടെ നിലപാട്. എല്ലാം കണ്ടിട്ടും അമ്മ മിണ്ടാതെ നിന്നപ്പോ എനിക്കും വിഷമം തോന്നി. പിന്നെ ചിന്തിച്ചപ്പോ മനസ്സിലായി, അവനെ പിണക്കണ്ടെന്ന് കരുതിയാവും അമ്മ ആരുടെയും പക്ഷം ചേരാതിരുന്നത്. സാറേ, സാറിന് ഞാൻ സമ്മതിച്ചിരിക്കുന്നു. എല്ലാവരോടും ക്ഷമിക്കാനുള്ള സാറിന്റെ ഈ ശേഷി അത് സമ്മതിക്കാത്ത തരമില്ല. ശത്രുതയും വിരോധവും കൊണ്ട് നമ്മൾ ജീവിതത്തിൽ എന്താണ് നേടുന്നത് പറയൂ? ഒന്നുമില്ല. മറ്റുള്ളവരോട് തോന്നുന്ന ശത്രുത കൊണ്ട് അവനവന്റെ മനസ്സിന്റെ സ്വസ്ഥത നശിപ്പിക്കാം. അത്രേ ഉള്ളൂ. പക്ഷേ സാറിനെ എന്തൊക്കെ പറഞ്ഞ് ന്യായീകരിച്ചാലും ശരി, ഇന്നവിടെ നമ്മൾ അനുഭവിച്ചത് കടുത്ത അപമാനം തന്നെയാ. അത് സാറിനും അറിയാം. പക്ഷെ അമ്മയോടുള്ള സ്നേഹം കൊണ്ട് സാർ അത് ഉള്ളിൽ ഒതുക്കുന്നു. സാർ, അമ്മയെ സ്നേഹിക്കരുതെന്നല്ല ഞാൻ പറയുന്നത്. അമ്മയെ സ്നേഹിക്കണം. ദേവമ്മയ്ക്ക് പകരമായിട്ട് നിന്ന് സാറിനെ വളർത്തി വലുതാക്കിയതിന്റെ നന്ദി അത് സാറിന് എപ്പോഴും അമ്മയോടുണ്ടാവണം. പക്ഷേ അമ്മ അവസരം കണ്ട് പെരുമാറുമ്പോൾ അത് തിരിച്ചറിയാനും സാറിന് സാധിക്കണം. ഏതായാലും ഞാൻ ഗർഭിണിയായത് അമ്മയ്ക്കും വിനയ്ക്കും തീരെ ഇഷ്ടമായിട്ടില്ല. അത് വ്യക്തമാണ്. പാർവതി, നീ എന്താ ഈ പറയുന്നത്? നീ ഗർഭിണിയായത് വിനയ്ക്ക് ചിലപ്പോൾ ഇഷ്ടമായിട്ടുണ്ടാവില്ല. പക്ഷേ അമ്മ ഒരിക്കലും അങ്ങനെ കരുതില്ല. നീ വെറുതെ അമ്മയെ തെറ്റിദ്ധരിക്കല്ലേ പാർവതി. അമ്മയെ കുറ്റപ്പെടുത്തരുത്. സർ, ഞാൻ എനിക്ക് അനുഭവപ്പെട്ടത് പറഞ്ഞു. ഇനി സാറൊന്ന് ചിന്തിച്ചു നോക്ക്. അമ്മയെ കൊന്ന ആ സ്ത്രീയെ സാർ അന്ധമായിട്ട് വിശ്വസിക്കുന്നത്. ഉദയനൊരമ്മ എത്രയും പെട്ടെന്ന് എല്ലാ സത്യങ്ങളും സാറിന്റെ കണ്ണിൽ തെളിയിക്കണേ. ഇത് ഞാൻ എന്റെ കൈകൊണ്ടുണ്ടാക്കിയ പായസം എന്ന് പറഞ്ഞാ ഞാൻ അവന് കൊടുത്തോണ്ടിരുന്നത്. ആ പൊട്ടൻ അറിയില്ലല്ലോ ഇത് ആ സുന്ദരത്തിന്റെ കടയിൽ നിന്ന് വാങ്ങിയ പായസമാണെന്ന്. അത് ശരി. അപ്പൊ അന്നേ വിശാലിനെ പറ്റിച്ചാ ജീവിച്ചിരുന്നല്ലേ? പിന്നല്ലാതെ. അല്ല, ഇതിപ്പോ എന്തിനാ എന്നോട് മേടിച്ചോണ്ട് വരാൻ പറഞ്ഞത്? പറയാം.
ഇത് കൊടും വിഷമാണ്. നല്ല ഉഗ്ര വിഷമുള്ള പാമ്പുകളിൽ നിന്ന് ശേഖരിച്ച വിഷം. ഇത് ഗർഭിണികളുടെ ഉള്ളിൽ ചെന്നാൽ അവരുടെ ഗർഭം അലസിപ്പോകും. ചിലപ്പോ ആ ഗർഭിണിയുടെ ആയുസ്സും ഇതോടെ അവസാനിക്കും. ഞാനിത് കലർത്തി വിശാലിന് കൊടുത്താൽ ഇത് ഞാൻ അവന് വേണ്ടി കൊടുക്കുന്ന പ്രിയപ്പെട്ട പായസമാണെന്ന് കരുതി അവനത് കഴിക്കും. അതിലൊരു പങ്ക് അവൻ തന്നെ പാർവതിക്കും കൊടുക്കും. അവൻ സ്നേഹത്തോടെ കൊടുക്കുന്ന പായസം അവളും കഴിക്കും. പിന്നെ എന്താ സംഭവിക്കുന്നതെന്ന് പറയണ്ടല്ലോ. ഗാർഗിമോളെ, വേണ്ട. ഈ പായസം നീ വിശാല മോന് കൊണ്ടുപോയി കൊടുക്കണ്ട. ഇത് തിരികെ പ്രഭാവതിക്ക് എന്നെ കൊടുത്തേക്ക്. ഇത് നീ തന്നെ കുടിച്ചാ മതി. ഗോപിയേട്ടാ, വിശാലും പാർവതിയും കൂടി പാർവതി ഗർഭിണിയായിരിക്കുന്ന സന്തോഷം അറിയിക്കാനായി സ്വീറ്റ്സുമായി വന്നപ്പോ നീ അത് സ്വീകരിച്ചില്ലല്ലോ. നിന്റെ മോന് അവര് കൊണ്ടുവന്ന ലഡുവിന്റെ വൃത്തിയില് വലിയ സംശയമായിരുന്നു. ആ ലഡു കഴിച്ചാ നിനക്കെന്തോ മഹാവ്യാധി വരുമെന്ന് ആദിയായിരുന്നു വിനയന്. എന്നിട്ട് നിങ്ങൾ രണ്ടുപേരും കൂടെ വിശാലിനെയും പാർവതിയെയും ഇവിടുന്ന് അപമാനിച്ചിറക്കി വിട്ടു. അവരെ വേദനിപ്പിച്ചാ തിരിച്ചയച്ചത്. ഗോപിയേട്ടാ, അതിന് അവനെ അവളെ അപമാനിക്കുന്ന തരത്തിൽ ഞാനൊന്നും പറഞ്ഞില്ലല്ലോ. നീ ഒന്നും പറഞ്ഞില്ല. അത് തന്നെയാ കുഴപ്പം. നീ മിണ്ടാതെ നിന്ന് വിനയ് കാണിച്ച തോന്നിയാസത്തിനെ സപ്പോർട്ട് ചെയ്യായിരുന്നില്ലേ? ഗോപിയേട്ടാ, ഞാൻ കൂടുതൽ വിശദീകരണമൊന്നും വേണ്ട. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.